ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് പറ. ഓക്കെ, നമ്മൾ ഇന്ന് റിവിഷൻ അല്ലേ പറഞ്ഞിരുന്നേ? ഓക്കെ, നിങ്ങൾക്ക് ചാപ്റ്റർ 8 വരെയല്ലേ എക്സാമിനല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻസ് എഴുതിക്കോളൂ കേട്ടോ. സയോൺ, ക്യാമറ ഓൺ ചെയ്തേ. ക്ലാസ്സിൽ എന്താ വരാതിരുന്നേ? മഴയായിരുന്നോ? ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. if a raised to n plus b raised to n divided by a raised to n minus 1 plus b raised to n minus 1 is arithmetic mean of a and b. A and b. Then find the value of n. Then find the value of n. If a raised to n plus b raised to n divided by a raised to n minus 1 plus b raised to n minus 1 is arithmetic mean of a and b, then find the value of n. അവനെ എഴുതിക്കോളും, നോക്കി എഴുതിക്കും. ചെയ്തോളും, ചെയ്യും. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് നമ്പേഴ്സ് എ ആൻഡ് ബിയുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അരിത്തമെറ്റിക് മീൻ. ഇതെന്താന്നാ പറഞ്ഞേക്കുന്നത്? അരിത്തമെറ്റിക് മീൻ ഓഫ് എ ആൻഡ് ബി എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? സോ വാട്ട് ഇസ് അരിത്തമെറ്റിക് മീൻ ഓഫ് എ ആൻഡ് ബി? ഇക്വേഷൻ എന്താ? എ പ്ലസ് ബി ബൈ 2 അല്ലേ? അല്ല, ഇതല്ല അരിത്തമെറ്റിക് മീൻ്റെ ഇക്വേഷൻ. അപ്പോൾ എ പ്ലസ് ബി ബൈ 2 ഈക്വൽ എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ divided by a raised to n minus 1 plus b raised to n minus 1. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find the value of n. ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സോൾവ് ചെയ്താൽ മതി. ഒന്ന് സോൾവ് ചെയ്തേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സയോണിന്റെ ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാ ചെയ്യാ? ക്രോസ് മൾട്ടിപ്ലൈ എന്താ കിട്ടാ? എ പ്ലസ് ബി ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് ബി റൈസ് ടു എൻ മൈനസ് 1 ഈക്വൽ 2 ഇൻറ്റു എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യട്ടോ. ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞോ? ചെയ്യ്. എന്താ ഇങ്ങനെ കിട്ടിയ? ഇങ്ങനെയല്ലല്ലോ വരുന്നത്. ഓരോ എലമെന്റ്സ് വൈസ് ഓപ്പൺ ചെയ്തെടുക്കും. നമ്മൾ നോർമലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യില്ലേ, അതേപോലെ ചെയ്യും. ഈ 2 എങ്ങനെയാ കിട്ടിയ? ഈ 2 എങ്ങനെയാ കിട്ടിയ? ഇവിടെ എ സ്ക്വയർ അല്ലല്ലോ. ഇവിടെ എ അല്ലല്ലോ ഉള്ളത്, എ റൈസ് ടു എൻ മൈനസ് 1 അല്ലല്ലോ. എങ്ങനെയാ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്താ? എ റൈസ് ടു എൻ പ്ലസ് എൻ അല്ലേ? ഇതെങ്ങനെയാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാ? നോക്കേ,
ആദ്യം ഇവിടുത്തെ എലമെന്റ് എ ആ, ഈ എ കൊണ്ടിട്ട് ഈ രണ്ട് എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. എ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? എ റൈസ് ടു എൻ അല്ലേ. എ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു വൺ അല്ലെ. നമുക്കറിയാം എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ റൈസ് ടു എം പ്ലസ് എൻ. ഇവിടുത്തെ പവർ ആരാ? വൺ പ്ലസ് എൻ മൈനസ് വൺ ഇങ്ങനെ വരും. വണ്ണും മൈനസ് വണ്ണും ക്യാൻസൽ ആയി ബാക്കി എന്താ ഉള്ളത്? എ റൈസ് ടു എൻ അല്ലേ ഉള്ളത്. ഇത് മനസ്സിലായോ നിങ്ങക്ക്? കിട്ടിയോ? ജിസേ മനസ്സിലായോ? ആദർശ് കിട്ടിയോ? അപ്പൊ ഇവിടെ എന്താ കിട്ടുക? എ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് വൺ എന്ന് പറയുന്നത് എ റൈസ് ടു എൻ ആണ്, പ്ലസ് എ ഇൻറ്റു ബി റൈസ് ടു എൻ മൈനസ് വൺ എ ബി റൈസ് ടു എൻ മൈനസ് വൺ. ഇനി പ്ലസ് ബി ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് ബി റൈസ് ടു വൺ ഇൻറ്റു ബി റൈസ് ടു എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? ബി റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എൻ പ്ലസ് ടു ബി റൈസ് ടു എൻ. ഇനി എന്ത് ചെയ്യാം? എ റൈസ് ടു എന്നിനെ എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. ഇവിടെ നമുക്ക് എന്തുണ്ട്? എ റൈസ് ടു എൻ ഉണ്ട്. സോ ഐ എം ബ്രിങ്ങിങ് ദിസ് എ റൈസ് ടു എൻ ടു ദിസ് സൈഡ്. അപ്പൊ എന്ത് ചേഞ്ച് ആവരാ? ഇവിടെ ഇരിക്കട്ടെ. എ ബി റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് ബി എ റൈസ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു എ റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ പ്ലസ് ടു ബി റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ. ടു എ റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ എത്രയാ? എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ. ഇനി എന്താ ചെയ്യാ? എ ബി റൈസ് ടു എൻ മൈനസ് വൺ മൈനസ് ബി റൈസ് ടു എൻ ഈക്വൽ എ റൈസ് ടു എൻ മൈനസ് ബി എ റൈസ് ടു എൻ മൈനസ് വൺ. ഇങ്ങനെ എഴുതാലോ. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാണ്. ഓക്കെ. ഇനി ഇവിടെ എനിക്ക് എന്താ കോമൺ എടുക്കാൻ പറ്റുക? ബി റൈസ് ടു എൻ മൈനസ് വൺ കോമൺ എടുക്കാം. സോ ഐ വിൽ ഗെറ്റ് എ മൈനസ് ബി ഈക്വൽ ഇവിടെ എ റൈസ് ടു എൻ മൈനസ് വൺ കോമൺ എടുക്കാം. സോ ഐ വിൽ ഗെറ്റ് എ മൈനസ് ബി. രണ്ട് സൈഡിലും എ മൈനസ് ബി ഉണ്ട്. സോ ഐ ക്യാൻ ക്യാൻസൽ എ മൈനസ് ബി ആൻഡ് എ മൈനസ് ബി. ബാക്കി എന്താ ഉള്ളത്? ബി റൈസ് ടു എൻ മൈനസ് വൺ ഈക്വൽ എ റൈസ് ടു എൻ മൈനസ് വൺ അല്ലെ. ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്തായി മാറും? ഡിവിഷൻ ആയിട്ട് മാറും. That is b raised to n minus 1 divided by a raised to n minus 1 equal to 1 അല്ലെ. That is b by a the whole raised to n minus 1 equal to 1. നെ നമുക്ക് എങ്ങനെ എഴുതാം? b by a raised to 0 എന്ന് എഴുതാമല്ലോ. പാടില്ലേ? ഇനി എന്ത് ചെയ്യാം? n minus 1 equal 0, therefore n equal 1. എഴുതിക്കോ. തനിയെ ചെയ്യണോട്ടെ. ബോർഡിൽ അതേപടി കോപ്പി ചെയ്ത് വെക്കല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കേണ്ട. എവിടെയാണോ തെറ്റിപ്പോണേ അവിടെ വെച്ചിട്ട് ഡൗട്ട്സ് ചോദിക്കുക. എന്താ? മിസ്സിനെ കളിയാക്കണ? ആരാണ് കളിയാക്കിയ? ആദർശ. നിങ്ങൾ ഈ ഫാസ്റ്റ് ട്രാക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയോ? നോക്കിയതാണോ ഇല്ലെന്നാണോ ആദർശം? നോക്കിയിട്ടില്ല. വേറെ ഏതെങ്കിലും PYQs നോക്കിയാ? ഇല്ല. ടെക്സ്റ്റ് ബുക്ക് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാ അപ്പൊ പിന്നെ എനിക്കൊന്നും പറയാനില്ല. എഴുതിക്കും. ഇവിടെ ഈ 1 എന്നുള്ളത് 1 റൈസ് 1 എഴുതാലോ. അപ്പൊ n മൈനസ് 1 ഈക്വൽ ടു 1 എഴുതാലോ. ഇല്ല. കാരണം ഇവിടെ രണ്ട് ഇപ്പൊ ഇവിടെ എ ബൈ ബി ആണെങ്കിൽ ഇവിടെ എ ബൈ ബി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പവേഴ്സ്.
ചെയ്ത് കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ എല്ലാരും? കംപ്ലീറ്റ് ചെയ്തോ? Next question, write the next question. Find the number of terms. Find Zion കഴിഞ്ഞോ? നന്ദന കുറച്ച് സ്പേസ് വിട്ടോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കോളാം. Find the number of terms in the GP 2, 6, 18, etc. 1, 3, 1, 2, 2. Find the number of terms in the GP 1, 2, 6, 18, etc. 1, 3, 1, 2, 2. ചെയ്തേ. Find the number of terms. N ആണ് കണ്ടുപിടിക്കേണ്ടത്. We have to find the value of n. ഏനിന്റെ ഇക്വേഷൻ എന്താ? ഇവിടെ ഏനാരാ? 2. ഏനിന്റെ ഇക്വേഷൻ എന്താ? AR raised to n minus 1. AN equal. നിങ്ങൾ ഈ എക്സാമിലെ ആൾക്കാർക്ക് അത് അറിഞ്ഞൂടെ? ഇക്വേഷൻസ് ഒക്കെ നല്ലോണം പഠിച്ചിട്ട് പോവാട്ടോ. AN equal AR raised to n minus 1 which is equal to 1, 3, 1, 2, 2. GP തന്നിട്ടുണ്ട്. So you can find A and R using the GP. GP തന്നിട്ടുള്ളത് കൊണ്ടിട്ട് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? എയുടെ വാല്യൂം ആറിന്റെ വാല്യൂം കണ്ടുപിടിക്കാൻ പറ്റും. A എന്താ ഇവിടെ? ആറോ? അതെങ്ങനെയാ കിട്ടിയേ? A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, ദാറ്റ് ഇസ് 2. R എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം വിച്ച് ഇസ് ഈക്വൽ ടു 3. ഇനി കണ്ടുപിടിക്കാമല്ലോ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? കഴിഞ്ഞ ആൻസർ കിട്ടിയോ? 9. ചെയ്യ്.
ആൻസർ കിട്ടിയോ? കിട്ടിയോ ആദർശ്? 218 ഇന്നോ? എല്ലാവർക്കും അങ്ങനെയാണോ കിട്ടിയ? എത്ര കിട്ടി? 8. നമുക്കറിയാം AR⁻n−1 = 13122. On substituting the value of A and R, നമുക്ക് എന്താ കിട്ടുക? 2 × 3⁻n−1 = 13122 അല്ലേ? സോ 3⁻n−1 = 13122/2. എത്ര കിട്ടി? 13,000. 6,000. 6561. അപ്പൊ 3⁻n−1 = 6561. 3യുടെ എത്രാമത്തെ പവറാ 6561? ചെയ്ത് നോക്കിയായിരുന്നോ? കിട്ടിയോ? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ കിട്ടുക? 7 ആണോ കിട്ടിയ? divided by 3, 7, 2, 9. Again divided with 3, 2, 4, 3. 3 will get 8, 1, 3. ഇങ്ങനെയല്ലേ കിട്ടാ? 1, 2, 3, 4, 5, 6, 7, 8 ഉണ്ടല്ലോ. സോ 3⁸ = 6561 അല്ലേ? ഈ 8 എന്ന് പറയുന്നത് എന്താ? n-1 ആണ്. സോ n is equal to 8 + 1 which is equal to 9 ആണ് കേട്ടോ കിട്ടുക. 9. n is equal to 9. നിങ്ങൾക്ക് എത്ര കിട്ടിയ? എങ്ങനെയാ ചെയ്തേ? കറക്റ്റ് കേട്ടോ. നിങ്ങൾക്ക് എവിടെയാ തെറ്റി? 3⁻7 ആണ് എഴുതിയത്. ഇവിടെ എങ്ങനെ അത്ര വലിയ ആൻസർ കിട്ടിയ? ഇവിടെ എങ്ങനെ കിട്ടിയ? ഇവിടെ അങ്ങനെ തന്നെയാണോ കിട്ടിയ? എല്ലാരും ഒരേ രീതിയിൽ ചെയ്യുള്ളൂ അല്ലേ? അതെ. കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a GP, the third term is 24. സയോണ് കിട്ടുന്നുണ്ടോ? കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? Write the next question. In a GP, the third term is 24. The third term is 24. And the sixth term is 192. And the sixth term is 192. Then find the 10th term. Then find the 10th term. So A3 is given. Third term, that is A3 = 24. A6 = 192. Find the 10th term. ചെയ്തേ.
കിട്ടുന്നുണ്ടോ? എത്ര? കഴിഞ്ഞോ? കിട്ടിയ ആൻസർ എത്ര കിട്ടിയ? 5536 1536 അല്ലല്ലോ. ബാക്കി നന്ദനക്ക് കിട്ടിയോ? വിമലിന് കിട്ടിയോ? നിങ്ങക്കോ? ഒരേ മെന്റാലിറ്റി ഉള്ള ആൾക്കാരിൽ ഒരാൾ ആൻസർ പറയും. കിട്ടിയോ? ആണല്ലേ. എങ്ങനെയാ ചെയ്യാ? A3 = 24. A3യുടെ ഇക്വേഷൻ എന്താ? A3യുടെ ഇക്വേഷൻ നമുക്കറിയാം. A n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? AR⁻n−1 ആണ് അല്ലെ? സോ വാട്ട് ഇസ് A3? പറഞ്ഞേ. AR⁻2 ആണ് അല്ലെ? AR⁻2 = 24. Put this is equation number 1. Then A6 എന്താ? AR⁻5 = 192. Put this as equation number 2. ഇനി equation number 2 divided by equation number 1 എന്താ കിട്ടാ? AR⁻5 divided by AR² = 192 divided by 24. A and A will get cancelled. ഇനി എന്താ ഉള്ളെ? R² ഉം R⁻5 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി R³ അല്ലേ? ഇനി ഇവിടെ എന്താ കിട്ടാ? 8 കിട്ടും. So we will get R³ = 8. അപ്പൊ R-ന്റെ വാല്യൂ എത്രയായിരിക്കും? R = 2. ഇനി ഈ R-ന്റെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ we will get the value of A. So ഞാൻ ഫസ്റ്റ് ഇക്വേഷനിലാണ് ഇടുന്നത്. Put R = 2 in equation number 1. അപ്പൊ എന്താ കിട്ടാ? AR² = 24. That is A into 4 = 24, which implies A = 24/4, which is equal to 6 അല്ലേ? A = 6. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? A10 = AR⁻9, which is equal to A യുടെ വാല്യൂ എത്രയാ? 6 into 2⁻9. 2⁻9 എത്രയാ? നിങ്ങൾക്ക് അറിയാവുന്ന ടേംസിലോട്ട് തന്നെ മാറ്റാട്ടോ. ഇതിന് വേണമെങ്കിൽ 2⁻4 നിങ്ങൾക്ക് അറിയാമല്ലോ. 2⁻4 16 അല്ലേ? 2⁻4 സ്ക്വയർ ഇൻറ്റു 2 എന്ന് എഴുതാം. 2⁻4 16. 16 into 16 എത്രയാ? 16ന്റെ സ്ക്വയർ.
256 into 2. 12 ചെയ്യാം. Three zero seven two. This is the answer. 3072. കിട്ടിയോ? Next question. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. If the pth, qth and r term of GP are A, B and C respectively. അത് നോക്കിയോളേ. Next question. The fourth, seventh and the last term of a GP. ഇതെല്ലാരും കഴിഞ്ഞില്ലേ? സയോൺ കഴിഞ്ഞോ? ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോ സയോൺ? If the fourth, seventh and the last term of a GP are 10, 80, 2560 respectively. The fourth, seventh and the last term of a GP are 10, 80 and 2560 respectively. Find the first term and the number of terms in the GP. Find the first term and number of terms in the GP.
കഴിഞ്ഞോ? കഴിഞ്ഞോ? അജയ് കഴിഞ്ഞോ? n equal ജസ് കഴിഞ്ഞോ? മാറ്റിയിരുത്തണേ. ആ ശ്രദ്ധിച്ച് ചെയ്യണം, ഡിസ്കസ് ചെയ്യാണ്ട് ചെയ്യണം കേട്ടോ. എന്തെല്ലാം കിട്ടിയോ? Fourth term, A4 equal 10, A7 equal 80, and last term, AN equal 2560. A അല്ലേ കണ്ടുപിടിക്കണ്ടേ? A4 എന്ന് പറഞ്ഞാൽ എന്താ? AR cube equal 10. A7 equal AR raised to 6 equal 80. Put this is equation number 1 and this is equation number 2. Now divide equation number 2 with equation number 1. Zion. Which is equal to AR raised to 6 divided by AR cube equal 80 by 10. Cancel ചെയ്യുമ്പോൾ R cube കിട്ടും, which is equal to 8. Therefore R equal 2 അല്ലേ? Then എന്താ ചെയ്യണ്ടേ? We have AR cube equal 10. That is A into 8 equal 10, which implies A equal 10 by 8, which is equal to 5 by 4. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. നമുക്ക് എയും എന്നും കണ്ടുപിടിക്കേണ്ടിരുന്ന അപ്പോൾ എയുടെ വാല്യൂ കിട്ടി അല്ലേ? ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find the value of n. We know that an equal 2560. That is AR raised to n minus 1 equal 2560. That is 5 by 4 into 2 raised to n minus 1 equal 2560. Therefore 2 raised to n minus 1 equal 2560 into 4 by 5. 256 into 8. 2 raised to n minus 1 equal 2054. We now divide 2054 with 2. Ah. 2 raised to n minus 1 equal to 560 into 4 by 10.
ഈക്വൽ ടു 12. കിട്ടിയോ? കിട്ടി. ആ, എയും കിട്ടി, എന്നും കിട്ടി. എല്ലാവർക്കും കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സയോണിന് കിട്ടിയോ? ആ, ഓക്കെ. നെക്സ്റ്റ് ബൈനോമിയൽ തിയറം. എക്സ്പാൻഡ് ദി എക്സ്പ്രഷൻ. ഇത് റബ്ബ് ചെയ്തോട്ടെ. എന്തോ എന്താ അങ്ങനെ ചോദിച്ചേ? ചെയ്തോ, ഇങ്ങനെ പഠിക്കാലോ. ഈ ചാപ്റ്റർ തന്നെ ചെയ്തു. അതിന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. എക്സ്പാൻഡ് ദി എക്സ്പ്രഷൻ 1 minus 2x the whole raised to 5. ആ, ഇത് കഴിഞ്ഞിട്ട് പോരെ? ഇതറിയാവോ? സിമ്പിൾ ആണ്. ഓ, അങ്ങനെ ചെയ്. എക്സ്പാൻഡ് ദി എക്സ്പ്രഷൻ 1 minus 2x the whole raised to 5. a plus b the whole raised to n ന്റെ എക്സ്പാൻഷൻ അറിയാമോ? the whole raised to n. നിങ്ങൾ എങ്ങനെ x plus y എന്നാണോ പഠിച്ചത്? x plus y the whole raised to n ആണോ? അറിയാലോ, ചെയ്തോ. INC0 അറിയാമോ? അത് എഴുതണോ? ബോർഡില് എഴുതണോ? ഡെറിവേഷൻ അല്ല, ഇക്വേഷൻ മാത്രം. ഏതാ വേണ്ട? എടുത്തോ. ചെയ്തു കഴിഞ്ഞോ വൈഷ്ണവി? കംപ്ലീറ്റ് ചെയ്തു? ആൻസർ ചെയ്തു? ആൻസർ കിട്ടിയോ? ആൻസർ എത്ര കിട്ടിയ പറ. ഈ സിമ്പിളാണ് തന്നേക്കുന്നത്, പക്ഷെ ഉത്തരത്തിൽ അവര് ഈ സിമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താ? Mod 3 minus 6x greater than or equal to 9.
എങ്ങനെ? അതായത് ഇത് മോഡ് 3 മൈനസ് 6 അല്ലേ? മോഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇത് തന്നെ ആവാം. ഇത് തന്നെ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 കണ്ടോ? ഇല്ലെങ്കിൽ മൈനസും ആകാം അല്ലേ? മൈനസ് ആണെങ്കിൽ എന്താ പ്രത്യേകത? ഇതിനെ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ മൈനസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇനീക്വാളിറ്റി തിരിയും. അതാണ് ഇവിടെ ഇങ്ങനെ എഴുതിയേക്കണേ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ആ എന്നുവെച്ചാൽ നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും സൈൻ തിരിയും. കിട്ടിയോ? കിട്ടിയോ? ഫൈനൽ ആൻസർ കിട്ടി. പറഞ്ഞേ. NC1 1, NC1 എന്നാണ്, NCN 1 ആണ്, NC01, NCN 1, NC1 ആണ് N വരുന്നത്. കിട്ടിയ ആൻസർ പറഞ്ഞേ. കിട്ടിയ ആൻസർ പറ. 1 1 മൈനസ് 10x അങ്ങനെയാണോ കിട്ടിയ എല്ലാവർക്കും? നിങ്ങക്ക് കിട്ടിയോ? അത് കണ്ടുപിടിക്കേ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേ. ഇവിടെ നമുക്ക് മൈനസ് ആണ് അല്ലേ? ഇവിടുത്തെ സൈൻ മൈനസ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ ഒന്ന് പറഞ്ഞേ. 1 മൈനസ് 2x ഹോൾ റൈസ് ടു 5 എന്ന് പറയുന്നത് എന്താ? പറ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറ. 5c0 1 റൈസ് ടു 5 പ്ലസ് 5c1 1 റൈസ് ടു 4 ഇൻറ്റു 2x. ഇവിടെ മൈനസ് വരും അല്ലേ? മൈനസ് പ്ലസ് 5c2 1 റൈസ് ടു 3 2x ദ ഹോൾ സ്ക്വയർ. 1 എഴുതണം എന്ന് നിർബന്ധമില്ല കേട്ടോ. പ്ലസ് 5c3 2x ദ ഹോൾ റൈസ് ടു 3 പ്ലസ് പ്ലസ് 5c4 2x the whole raised to 4 minus 5c5 2x the whole raised to 5. ഇനി എന്താ 5c0? 1 5c1 5 5c2 5c3 5c4 5c5. നിങ്ങൾ കുറേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വാല്യൂസ് ഒക്കെ കാണാപ്പാടമാകും കേട്ടോ. ഇതെങ്ങനെയാ കണ്ടുപിടിക്കണേ? എങ്ങനെയാ? 5c0 NC0 എന്ന് പറഞ്ഞാൽ 1 ആണ്, NC1 എന്ന് പറഞ്ഞാൽ N ആണ്. ഇനി 5c2 എങ്ങനെയാ കണ്ടുപിടിക്കണേ? 5 into 5c2 അല്ലേ? അപ്പൊ 5 മുതൽ 2 നമ്പേഴ്സ് പുറകിലോട്ട് എഴുതുക. അപ്പൊ 5 into 4 എന്നിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 1 മുതൽ ഈ നമ്പർ വരെ താഴെ എഴുതുക. ക്യാൻസൽ ചെയ്യാം. വി വിൽ ഗെറ്റ് 10. കണ്ടോ? ഇനി 5c3 എന്താ? 5 മുതൽ 3 നമ്പേഴ്സ് പുറകോട്ട് എഴുതുക. ഡിവൈഡഡ് ബൈ 1 മുതൽ 3 നമ്പേഴ്സ് എഴുതുക. 10. ഇങ്ങനെയാണ് ഓരോ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു 5c0 1 മൈനസ് 5c1 5 into 2x plus 5c2 10 into 2x the whole square, that is 4x square, minus 5c3 10 into 8x cube plus 5c4 5 into 2 raised to 4 16x raised to 4 minus 1 into 32x raised to 5, which is equal to 1 minus 10x plus 40x square minus 80x cube plus 16 into 5 എത്രയാ? 80 അല്ലേ? 80x raised to 4 minus 32x raised to 5. This is the answer. ഇതാണോ കിട്ടിയേ? ഇതല്ലേ കിട്ടിയ എല്ലാവർക്കും? സയോണിന് കിട്ടിയോ? കിട്ടിയോ സയോൺ? കേട്ടില്ല. ഓക്കെ. നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ? ചെയ്തു തുടങ്ങിയ? ഇവിടെ കിട്ടണ്ട.
ഇവിടെ നിന്ന് ഇത് കണ്ടോ, എന്താ എന്താ പറഞ്ഞേ, പറയ്. ചെയ്തു കഴിഞ്ഞോ? Next question. കഴിഞ്ഞോ? Using the binomial theorem, show that 6 raised to n minus 5n. ആക്ച്വലി വളരെ പതുക്കെയാട്ടോ സമയം പോകുന്നത്. 6 raised to n minus 5n always leaves remainder 1 when divided by 25. Using the binomial theorem, show that 6 raised to n minus 5n always leaves remainder 1 when divided by 25. Always leaves remainder 1 when divided by 25. ചെയ്തോട്ടാ. നിങ്ങൾ ആദ്യം 6 raised to n എക്സ്പാൻഡ് ചെയ്യുക. 6 raised to n നമുക്ക് എങ്ങനെ എഴുതാം? 1 plus 5 the whole raised to n എന്ന് എഴുതാലോ. ഇത് എക്സ്പാൻഡ് ചെയ്യുക യൂസിങ് ബൈനോമിയൽ തിയറം.
കഴിഞ്ഞോ? AC ഓഫ് ചെയ്യണോ? ഇവിടെ ഈ ടെസ്റ്റിങ്ങിൽ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മൾ എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും മൈനസ് അത് കഴിഞ്ഞിട്ട് ഈ നാച്ചുറൽ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് സംഭവം? നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? ശരിയാ, ഒരു മൈനസ് സൈൻ. നാച്ചുറൽ നമ്പേഴ്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ? മറ്റേ എന്തുവാ 1 2 3 1 0 1 അല്ല 1 2 3 0 ഇല്ല, 1 മുതലാണ്. അപ്പോൾ ഇവിടെ x ലെസ് ദാൻ -3 ആണ്. -3ക്ക് താഴെ ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ നോ സൊല്യൂഷൻ ആണ്. ഇത് കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? ഇല്ലേ, കഴിഞ്ഞില്ലേ? ആൻസർ കിട്ടിയോ? പറഞ്ഞേ, കിട്ടിയ ആൻസർ പറഞ്ഞേ. എന്താ 6n കിട്ടിയ? ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോ എന്താ കിട്ടിയ? ഇക്വേഷൻ എന്താ പറഞ്ഞു? മണ്ണ് എഴുതണ്ട. ഫൈവ് റേസ് ടു n minus 1 plus nc2 nc1 5 plus nc2 5 square plus nc3 5 cube plus etc plus ncn 5 raised to n. ഇങ്ങനെയല്ലേ കിട്ടുന്നത് അല്ലേ? nc0 എന്താ? 1 plus nc1 എന്താ? n ആണ്. n into 5 5n plus nc2 അവിടെ നിൽക്കട്ടെ. nc2 5 square 25 അല്ലേ? 25 into nc2 plus 125 into nc3 plus etc plus ncn എന്ന് പറയുന്ന 1 ആണ്, which is equal to plus 5 raised to n. ഇങ്ങനെയല്ലേ കിട്ടുക അല്ലേ? ഇങ്ങനെയല്ലേ കിട്ടുക. എനിക്ക് വേണ്ടത് എന്താ? 6 raised to n minus 5 എന്നാ. എനിക്ക് ഇവിടെ 6 raised to n is equal to this എന്ന് കിട്ടി അല്ലേ? ഞാൻ ദാ ഇവിടെയുള്ള 5n ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, so this equation will change to 6 raised to n minus 5n equal 1 plus 25 nc2 plus 125 nc3 plus etc plus 5 raised to n അല്ലേ? ഇനി ഞാൻ ഇവിടെ 1 plus 25 ഇവിടെ എല്ലാത്തിലും ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ടേംസിലും 25 കോമൺ അല്ലേ? ഇപ്പൊ ആരും എഴുതല്ലേ, ഇവിടെ ശ്രദ്ധിക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് തനിയെ എഴുതാൻ സമയം തരാം കേട്ടോ ആദർശ്. 25 കോമൺ എടുക്കുക. ബാക്കി എന്താ ഉള്ളത്? nc2 plus 25 125 25 എടുത്താൽ ബാക്കി എന്താ ഉള്ളത്? 5 അല്ലേ? c plus etc plus ഇവിടെ 5 raised to n minus 2 ഇങ്ങനെ കിട്ടും അല്ലേ? അതായത് 1 plus 25 ഇതിനെ ഞാൻ k എന്ന് വിളിക്കുകയാണ്. സോ ഞാൻ 6 raised to n minus 5n 1 plus 25k എന്ന് എഴുതാണ്. where k is equal to nc2 plus 5 nc3 plus etc plus 5n minus 2. എനിക്കിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 6 raised to n minus 5n always leaves remainder 1 when divided by 25. ഞാൻ 25 കൊണ്ട് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും 1 കിട്ടുന്നതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ഞാൻ ഇത് കഴിയുമ്പോൾ ഒരാളെ വിളിച്ചിട്ട് ബോർഡിൽ ചെയ്യിപ്പിക്കും കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് 25k അതായത് 25ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 അല്ലേ ഈ നമ്പർ അല്ല? ഇതിന്റെ മീനിങ് എന്താ? 25 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 1 റിമൈൻഡർ കിട്ടും. അതല്ലേ എന്റെ മീനിങ് അല്ലേ? മനസ്സിലായോ? 51 എന്ന് പറഞ്ഞ നമ്പർ, ഈ നമ്പർ എനിക്ക് 1 plus 25 into 2 എന്ന് എഴുതാലോ. അപ്പൊ എനിക്ക് 25നെ 51നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി എത്ര കിട്ടും? റിമൈൻഡർ 1 അല്ലേ? ഇനി 76 ഇനി എനിക്ക് എങ്ങനെ എഴുതാം? 1 plus 25 into 3 എഴുതാലോ. ഈ 76നെ ഞാൻ 25 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 1 റിമൈൻഡർ കിട്ടുമല്ലോ.
അതായത് ഒരു 25ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം +1 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിന് എല്ലാത്തിനും എനിക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. ഇപ്പൊ ഒരു നമ്പറിന് എനിക്ക് 2 നോക്കാം, 2 + 25 × 2 അതായത് എന്താ 52 ആണ്. ഈ നമ്പറിനെ ഞാൻ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താ റിമൈൻഡർ കിട്ടുക? 2 ആണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ 6n - 5 എന്ന് ഞാൻ എങ്ങനെയാ എഴുതിയേ? 25ന്റെ മൾട്ടിപ്പിൾ +1. ഇതിന്റെ മീനിങ് എന്താ? ഈ നമ്പറിനെ ഞാൻ 25 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. അതല്ലേ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കിട്ടിയാ? എഴുതിക്കോ. therefore 6n - 5n leaves remainder 1 when it is divided by 25. Hence proved. എനിക്ക് ഇങ്ങനെയല്ലേ കിട്ടാ? ഇനിയുള്ള ടേംസ് എല്ലാം നോക്കി 25 NC2, ഇവിടെ 125 NC3. ഇനി അടുത്ത ടേം എന്തായിരിക്കും കിട്ടാ? 5⁴ അല്ലെ? 5⁵, 5⁶. അതിലെല്ലാത്തിലും 25 കോമൺ എടുക്കാൻ പറ്റും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ 25 കോമൺ എടുത്തു. 5⁻n 25 കോമൺ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് അല്ലെ? അപ്പൊ 25 എന്ന് പറയുന്നത് 5² അല്ലേ? അല്ലേ? 25 എന്ന് പറഞ്ഞാൽ 5² അല്ലേ? അപ്പൊ 5⁻n ഡിവൈഡഡ് ബൈ 5⁻², അതായത് 5⁻n - 2. കിട്ടിയോ? എവിടെയെങ്കിലും ക്ലിയർ ആവാണ്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. ഇല്ല, ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. കഴിഞ്ഞ ഓൺ റിക്വസ്റ്റ് ഓഫ് ചെയ്താണ്. കുറച്ച് നോക്കുന്നതായിട്ട് ചോദിച്ചാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളാം കേട്ടോ. x² + 4x+. ഇവിടെ ഒരു 4a² ആഡ് ചെയ്തു, മൈനസ് ചെയ്തു. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കാം. എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? 4. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് പഠിച്ചിട്ടില്ലേ? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെറിയ ക്ലാസ്സിൽ ആ മെത്തേഡാണിത്. പഠിച്ചു കാണണം. ഓർമ്മയില്ലാണ്ടിരിക്കും. എക്സിന്റെ കോഎഫിഷ്യന്റ് 4a. 4a പകുതി എടുക്കുക, എത്രയാ? 2a. അതിന്റെ സ്ക്വയർ എടുക്കുക, എത്രയാ? 4a². ആ 4a² ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മാറ്റമൊന്നും വരുന്നില്ല. ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാന്ന് പറയുന്നത് എന്താ? ഒരു മാറ്റം വരുന്നില്ല അല്ലേ? വേറെ എ ഉണ്ടല്ലോ. എ ഉള്ളത് കാരണം നടക്കില്ല.
അങ്ങനെ ചെയ്യാം. എന്നിട്ട് പിന്നെ ഇത് കണ്ടോ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 4ax പ്ലസ് 4a സ്ക്വയർ, ഇവിടെ 4 മൈനസ് 4a സ്ക്വയർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ് പ്ലസ് 2a ദ ഹോൾ സ്ക്വയർ ആണ്. എന്ന് പറയുന്നത് 4 മൈനസ് 4a ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി പിന്നെ എനിക്കറിയാം ഇതിപ്പോ എങ്ങനെയാന്ന് മനസ്സിലായില്ല. അല്ല, എക്സ് പ്ലസ് 2a ദ ഹോൾ സ്ക്വയർ എങ്ങോട്ട് പോയി? എക്സ് പ്ലസ് 2a ദ ഹോൾ സ്ക്വയർ എങ്ങോട്ട് പോയി? അത് ഓപ്പൺ ചെയ്താണ്. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞായിരിക്കും. കുറേ ഇത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി സോൾവ് ചെയ്യും. കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. അവിടെ നിന്ന് എടുക്കും. ആ കിട്ടാത്ത ഏതൊക്കെയാണ് വർക്ക്ഷീറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വരാനിട്ട് എടുക്കാം കേട്ടോ. സൈൻ ക്യാമറ ഓൺ ചെയ്തേ. ആ എന്താണ് വിമൽ? നശിപ്പിക്കോ വിട്ടെ. കാല് മാറ്റി കാണാൻ പറ്റുന്നുണ്ടോ സയോണ്? പാവ സയോൺ. സയോൺ പക്ഷെ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. Next question, permutations and combinations ആണ്. If the different permutations of all the letters of the word, examination are listed as in a dictionary, comma, how many words are there in this list? Before the first word starting with E. മീനിങ്ഫുൾ ആവണം നിർബന്ധമില്ല. ഇത് നമ്മുടെ ഡിക്ഷണറി അങ്ങനത്തെ ഡിക്ഷണറി. എന്നാ എന്റെ ഡിക്ഷണറിയിലെ വേർഡ്സ് ഒക്കെ കണ്ടുപിടിക്കും. ഇല്ല, അതൊക്കെ ശ്രദ്ധിച്ചിരിക്കണ്ടേ പറയുമ്പോ? പിന്നെ ഞാൻ ഇഫ് ദ ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻസ് ആൻസർ ഉണ്ട്. എവിടം വരെ എഴുതി? How many words are there in this list before the first word starting with E? ഫസ്റ്റ് അതായത് ക്വസ്റ്റ്യൻ വായിച്ചേ എല്ലാരും. ക്വസ്റ്റ്യൻ വായിച്ചേ. തരില്ല. അല്ല എഴുതിയില്ലേ? ബിഫോർ ദ ഫസ്റ്റ് വേർഡ് സ്റ്റാർട്ടിംഗ് വിത്ത് ഇ.
എന്താ പറ്റിയേ? വിമൽ എന്താ ചെയ്തേ? എന്താ പറ്റിയോ? ക്ഷീണയാ തല്ലുകൊള്ളു. വീഡിയോ റെക്കോർഡിംഗ് ആണ്. എന്തിന്? ക്വസ്റ്റ്യൻ ചെയ്തോ? ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ? ചെയ്തോ? അത് നിങ്ങൾ വായിച്ചിട്ട് എന്താ മനസ്സിലായേ? ഒന്നും മനസ്സിലായില്ലേ? If the different permutations of all the letters of the word examination are listed as in a dictionary, ഈ വേർഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഇല്ല എക്സാമിനേഷൻ എന്ന് പറഞ്ഞ വാക്കില് ലെറ്റേഴ്സ് എല്ലാം യൂസ്, അതായത് ഈ വേർഡിന്റെ പെർമ്യൂട്ടേഷൻസ് നമ്മൾ ലിസ്റ്റ് ചെയ്യാണ്. അത് എന്നിട്ട് എന്ത് ചെയ്യാണ്? ഡിക്ഷണറിയിലേതുപോലെ അറേഞ്ച് ചെയ്യാണ്, ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാണ്. ആൻഡ് ഹൗ മെനി വേർഡ്സ് ആർ there in this list before the first word starting with E? അതായത് ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡിന് മുന്നേ ആയിട്ട് എത്ര വേർഡ്സ് ഉണ്ടാവും? പറയ്. ഇ എന്ന് പറയുന്ന ആൽഫബറ്റിന് മുന്നേ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? എ, ബി, സി, ഡി. അതായത് ഇത്രയും ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ആയിരിക്കും ഇ എന്ന് പറയുന്ന ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാവുക, അല്ലെ? അപ്പോ നമുക്ക് ഈ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ വേർഡില് എ ഉണ്ട്, അല്ലെ? എ ഉണ്ട്. ബി ഉണ്ടോ? ഇല്ല. സി ഉണ്ടോ? ഡി ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ ഇതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പോ എയിൽ സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും കമ്പൽസറിയാ, എയിൽ സ്റ്റാർട്ട് ചെയ്യണം. ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരു എ നമ്മൾ എടുത്തു. ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 10. 1 2 3 4 5 6 7 8 9 10. അതായത് ഇത്രയും ഈ 10 ലെറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ നമുക്ക്. ഈ എന് ഇവിടെ നനക്കണ്ട, എ അവിടെ വേണം. അപ്പൊ ബാക്കി അത് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 10 ഫാക്ടോറിയൽ. അത് മാത്രമേ ഉള്ളോ? ഇൻഡു ആണോ? ബൈ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, എ രണ്ടെണ്ണം ഉണ്ടെങ്കിലും ഒരെണ്ണം നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തേക്കുക. ഇത്രയും ബാക്കിയുള്ള 10 ലെറ്റേഴ്സിന്റെ പെർമ്യൂട്ടേഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. വേറെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഐ രണ്ടവണയുണ്ട്, അപ്പൊ 2 ഫാക്ടോറിയൽ. പിന്നെ എൻ ഉണ്ട്, എൻ 2 ഉണ്ട്, അപ്പൊ 2 ഫാക്ടോറിയൽ. ദിസ് ഈസ് ദി ആൻസർ. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കും.
ആദർശ് ഫാൻ ഇട്ടോളാൻ പറഞ്ഞത് പേടി. എന്താണ് അത് ഓഫാണ്. പിന്നെ എനിക്കെല്ലാം കാണാൻ പറയണം. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേഗം കഴിഞ്ഞിട്ടില്ലേ? വേഗം കറണ്ടില്ലായിരുന്നല്ലോ. സയോൺ ചെയ്യുവല്ലേ? ക്യാൻസർ കിട്ടിയോ? നയൻ 907200. എല്ലാവർക്കും അതാണോ കിട്ടിയേ? കിട്ടിയോ? കിട്ടിയോ വിമലെ? വല്ലവരുടെയും ബുക്ക് നോക്കിയിട്ടല്ല പറയേണ്ടത്. എവിടെ കാണിച്ചേ? ആൻസർ കിട്ടി കാണിച്ചേ വിമലെ. ഇപ്പൊ ഇരുന്ന് എഴുതണല്ലേ? എവിടെ കാണിച്ചേ? എവിടെ കാൽക്കുലേഷൻസ്? എവിടെ കാൽക്കുലേഷൻ? എവിടെ കാണിക്ക? എവിടെ? അത് വേറെ ക്വസ്റ്റ്യന്റെ. ഈ ക്വസ്റ്റ്യന്റെ നോണ പറയണതും പോരാ. ഫാൻ ഇടാനോ? കറണ്ട് പോയില്ലേ? AC ഓൺ ചെയ്യാം. വേറെ വല്ലയിടത്ത് ഫാൻ ഇട്ടിട്ടാണെങ്കിലും കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? 907200. ഈ ഇൻവേർട്ടറിൽ എവിടുന്നാണേ? This is the answer. Your answer. Next question. The number of words. The number of words. The number of words which can be formed. The number of words which can be formed from the letters of the word. From the letters of the word maximum. From the letters of the word maximum. If two consonants can't occur together. If two consonants can't occur together. Is dash. Find out the answer. Fan of you.
സാറ് വരട്ടെ, സാറ് വരട്ടെ, വിമലെ സാറ് വരട്ടെ. നല്ല സമയദോഷം തൊട്ടിട്ട് കേട്ടോ. ഇനി മെസ്സി മാത്സ് ആ സാധനത്തിന്റെ തലയെ കൊണ്ട് വെച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ വന്നത്? പാവത്തിന് ഓവർലോഡായി പോയി. ഇത് ആരുടെ അതുകൊണ്ട് മര്യാദക്കിരുന്നേ. നിങ്ങൾ ആ പ്രോബ്ലം ചെയ്ത് ടോർച്ച് വെച്ചല്ലേ? നിങ്ങളുടെ ഫോണില്ലേ ടോർച്ച് കളിച്ച് വെച്ചിട്ട്? എന്റെ കയ്യില് ഫോണുണ്ട്. ഇവിടെ അയച്ചിട്ടുണ്ടല്ലേ? വിമല് നിങ്ങൾ എന്തേലും കൂടോത്ര എന്തേലും ചെയ്തിട്ടുണ്ടായിരുന്ന? 10 മിനിറ്റ് നേരത്തെ വീഡിയോ പോസ്റ്റ് ചെയ്ത ഉണ്ട്, യു ഉണ്ട്. അത് പറഞ്ഞു, അത് 3 ഒരുമിച്ച് വന്നാൽ ബാക്കി കൺസണൻസ് ഒരുമിച്ച് വരത്തില്ലേ? AIU കൺസണൻസ് ഒരുമിച്ച് വരാൻ പാടില്ല, അത്രേ ഉള്ളൂ കണ്ടീഷൻ. ആൻസർ എത്ര കിട്ടിയേ? 840 അല്ല, ഇല്ല. ഇതിനകത്ത് കൺസണൻസ് ഏതൊക്കെയാ? ഈ വേർഡിലെ കൺസണൻസ് ഏതൊക്കെയാ? കൺസണൻസ് ഏതൊക്കെയാ? M, X, M, M. 3 M ഉണ്ട്, ഒരു X ഉണ്ട്. വവൽസോ AIU, ഇതാണ് വവൽസ്. നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ കൺസണൻസ് ഒരുമിച്ച് വരാൻ പാടില്ല. ഓക്കെ, കൺസണൻസ് ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? അതായത് ഈ 4 ലെറ്റേഴ്സിന്റെ ഇടയിൽ വേറെ ഏതെങ്കിലും ലെറ്റേഴ്സ് വരണം അല്ലെ? അതായത് ഈ 3 പൊസിഷനിൽ നമ്മുടെ ബാക്കിയുള്ള ലെറ്റേഴ്സ് വന്നിട്ടുണ്ടായിരിക്കണം, വവൽസ് വന്നിട്ടുണ്ടായിരിക്കണം. അതായത് ഇപ്പൊ ഇവിടെ ഒരു ലെറ്റർ വരാം, ഇവിടെ A, ഇവിടെ I, ഇവിടെ U അല്ലെ? ഈ 4 പൊസിഷനിലാണ് നമുക്ക് നമ്മുടെ കൺസണൻസ് ഉണ്ടാവാനായിട്ട് പറ്റുള്ളൂ അല്ലെ? ഇതല്ലേ ഈ ഒരു പോസിബിലിറ്റി മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, നമ്മുടെ ഈ 3 ലെറ്റേഴ്സിനെ നമുക്ക് എത്ര രീതിയിൽ എന്താ അറേഞ്ച് ചെയ്യാം? 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. ഇനി ഇവിടെയോ ഈ 4 ലെറ്റേഴ്സിനെയോ 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. പക്ഷെ ഇവിടെ 3 M ഉണ്ട്, M റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 3 ഫാക്ടോറിയലോട് ഡിവൈഡ് ചെയ്യാം അല്ലെ? So answer is 3 factorial and 3 factorial will get cancelled. Answer is 4 factorial. इसे बांधता ये कर दो 12 4 in alla 24 4 into 3 into 2 into 1 इसे हमारी में से താങ്ക് യു. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എക്സാം ഒക്കെ നല്ലോണം എഴുതുക, പഠിച്ചിട്ടൊക്കെ പോട്ടോ. നാളെ സ്റ്റഡി ലീവ് അല്ലേ? നല്ലോണം പഠിക്കണം കേട്ടോ, ഉഴപ്പാണ്ടിരുന്ന് പഠിക്കാം. താങ്ക് യു.